എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോവുക. ഒരു കാരണവശാലും ദിവസം ഒരുപാടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി പിന്നെ പഠിക്കാമെന്ന് വെക്കരുത്. എനിക്ക് ഇത്രയും ദിവസമുണ്ട്, അത്രയും കിട്ടിയതാണ്, അപ്പോൾ മാക്സിമം മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്നത്, നിങ്ങൾക്ക് 4 മാർക്ക് വേണോ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക്. 4 മാർക്ക് സ്കോർ ചെയ്യാൻ പോകും. ഈ വീഡിയോ കണ്ടവർക്കെല്ലാം 4 മാർക്ക് കിട്ടാൻ പോവുകയാണ്. ഒറ്റ ക്വസ്റ്റ്യൻ 4 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പല രീതിയിലാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് ABCD എന്ന് പറഞ്ഞ് 4 മാർക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒരുപാട് വട്ടം സൊല്യൂഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഡെഫിനറ്റ്ലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 മാർക്കിന് ഉറപ്പായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്ന്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എലിവേഷൻ, ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ, ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അത് മാത്രമല്ല, ഇത് ഓരോന്നും എന്താണെന്ന് ചോദിക്കും. എന്താണ് എലിവേഷൻ, ബോയിലിംഗ് പോയിന്റ്? നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. എലിവേഷൻ, ബോയിലിംഗ്. ഡെൽറ്റ TB = KB × M. ഡെൽറ്റ TB ആണ് എലിവേഷൻ, KB എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, M മൊളാലിറ്റി അല്ലേ. പിന്നെന്താ? ഡിപ്രഷൻ അല്ലേ. 4 ടൈപ്പ് ഉണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ, വേപ്പർ പ്രഷർ. പിന്നെ ഏതൊക്കെയാണ്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. പിന്നെ ഏതാ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. പിന്നെ ഏതാ? ഓസ്മോട്ടിക് പ്രഷർ. ഇതിനെല്ലാം ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇതിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ നമ്മൾ സൊല്യൂഷനിൽ പഠിച്ച ഡെൽറ്റ P/P01 = 1 സോൾവെന്റ് മോളിക്യൂൾസിനെയാണ് N2 / N1. ഓർമ്മയുണ്ടോ? ഇതിൻ്റെ എന്തായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ഡെൽറ്റ TF = KF × M. എന്താ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്? ഡെൽറ്റ TB = KB × M. എന്തായിരുന്നു ഓസ്മോട്ടിക് പ്രഷർ? 𝜋V = NWB / MB × RT. ഓർമ്മയുണ്ടോ? അപ്പം ഇത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാം. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സൊല്യൂഷനിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് ഡയറക്റ്റ് ഇക്വേഷനാണ്. ജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, വാല്യൂസ് കൊടുക്കുക, ചെയ്യാം. അപ്പം 4 മാർക്ക് ഉറപ്പിക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് പോവാം. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. പ്രഡിക്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.